എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീഹരി വിഷ്ണു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1970 റാസൽ ഖൈമ പുറത്തിറക്കിയ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് തീമിൽ ഇറങ്ങിയ ഒരു സ്റ്റാമ്പ് കളക്ഷനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സീരീസ് സ്റ്റാമ്പാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളക്ടേഴ്സിൻ്റെ ഇടയിൽ വളരെ അമൂല്യമായി എല്ലാവരും ശേഖരിച്ചു വെക്കുന്ന ഈ സ്റ്റാമ്പ് കളക്ഷൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്ന് കാണാം. ഇതാണ് റാസൽ ഖൈമ പുറത്തിറക്കിയ ആ മനോഹരമായ സ്റ്റാമ്പ്. ഈ സീരീസിൽ നമുക്ക് കുരിശിന്റെ വഴി മുഴുവനായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒന്നൊന്നായി ഒന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പീലാത്തോസ് യേശുവിന്റെ മരണത്തിന് വിധി എഴുതുന്ന പശ്ചാത്തലമാണ്. ഈ നീതിമാനായ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി അദ്ദേഹം ഉത്തരവിടുന്നതാണ് ആദ്യ രംഗം. രണ്ടാമത്തെ സ്റ്റാമ്പിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് പടയാളികൾ എല്ലാവരും ചേർന്ന് യേശുവിന്റെ മേൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് വെക്കുകയും അത് ചുമക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദൃശ്യമാണ്. മൂന്നാമത്തെ സ്റ്റാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരമേറിയ കുരിശ് ചുമന്ന് തളർന്നു വീഴുന്ന യേശുക്രിസ്തുവിനെയാണ്. ഈ നാലാമത്തെ സ്റ്റാമ്പ് വളരെ വൈകാരികമായ ഒരു രംഗത്തെയാണ് കാട്ടിത്തരുന്നത്. യേശുവിനെ വഴിയിൽ വെച്ച് കാണുന്ന മാതാവിനെയാണ് നമുക്ക് ഈ സ്റ്റാമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ അഞ്ചാമത്തെ സ്റ്റാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിമയോൻ യേശുക്രിസ്തുവിനെ കുരിശു ചുമക്കാൻ സഹായിക്കുന്ന ആ ദൃശ്യമാണ് നമുക്ക് ഈ സ്റ്റാമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ ആറാമത്തെ സ്റ്റാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറോണിക്ക എന്ന് പറയുന്ന യേശുദേവന്റെ ഒരു ഭക്ത അദ്ദേഹത്തിന്റെ തൂവാല കൊണ്ട് മുഖത്തെ വിയർപ്പും രക്തവും തുടയ്ക്കുന്ന ദൃശ്യമാണ്. ആ തുടയ്ക്കുന്നതിന് ശേഷം ആ തൂവാലയിൽ ഈശോ മിശിഹായുടെ മുഖം പതിയുന്നത് നമുക്ക് കാണാം. ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായി വീണ്ടും താഴെ വീണ് കിടക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് ഈ സ്റ്റാമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെറുസലേം പുത്രിമാര് അദ്ദേഹത്തിന്റെ പീഡാനുഭവത്തിനെ കണ്ട് വിഷമിക്കുന്ന ദൃശ്യമാണ്. അപ്പൊ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന ഒരു രംഗവും കൂടിയാണ് ഈ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും നിലത്ത് വീണ ഒരു ദൃശ്യമാണ് നമുക്ക് ഈ സ്റ്റാമ്പിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡാനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ സ്റ്റാമ്പ് വ്യക്തമാക്കുന്നത്. ഈ സ്റ്റാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റുന്ന ഭടന്മാരെയാണ്. ഈ സ്റ്റാമ്പിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന ദൃശ്യമാണ്. വളരെ വൈകാരികമായ ഒരു ദൃശ്യമാണ് ഈ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സ്റ്റാമ്പിൽ നമുക്ക് യേശുക്രിസ്തു ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവരുടെയും പാവങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം മരണത്തിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാവിനെ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തായി കാണാനും സാധിക്കുന്നു. ഏറ്റവും വൈകാരികമായി കാണുന്ന ഒരു സ്റ്റാമ്പാണിത്. ഇതിൽ യേശുക്രിസ്തുവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്ന മാതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുദേവന്റെ ശരീരം ഏറ്റുവാങ്ങിയ ശേഷം അത് സംസ്കരിക്കാൻ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഈ സ്റ്റാമ്പിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ 14 സ്റ്റാമ്പുകൾ കൊണ്ട് നമ്മുടെ കുരിശിന്റെ വഴി റാസൽ ഖൈമ എന്ന രാജ്യം നമുക്ക് കാട്ടിത്തരികയാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ തീമിൽ ഞാൻ കളക്ട് ചെയ്തിരുന്ന ഈ സ്റ്റാമ്പ് സീരീസ് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം ഭാഗ്യമായി കരുതുന്നു. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.